കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന മത്തി കൊണ്ട് ഒരു നല്ലൊരു റെസിപ്പിയാണ്. എന്നുവെച്ചാൽ മത്തി, പെപ്പർ മത്തി. നമ്മൾ പല രീതിയിലുള്ള മത്തിക്കറി ഉണ്ടാക്കുമല്ലോ, അതിൽ ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് പെപ്പർ മത്തി. അത് നമുക്ക് കാണാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. 1 കിലോ മത്തി വെട്ടിക്കഴുകി നല്ല വൃത്തിയായിട്ട് നല്ലതായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അതിനോട് ഞാൻ കുഞ്ഞുള്ളി ആണെങ്കിൽ ഏറ്റവും നല്ല കേട്ടോ. കുഞ്ഞുള്ളി ഇല്ലാഞ്ഞതുകൊണ്ട് ഞാനൊരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ട് 2 പച്ചമുളക് എരിവുള്ളതാണ്. കരിയാപ്പില, പിന്നെ അരപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു വലിയ 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾ പൗഡർ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പിന്നെ വിനീഗർ വേണം, വെളിച്ചെണ്ണ വേണം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ഈ ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പിലയൊക്കെ ഇതിനകത്തോട്ട് ഇടുകയാണ്. ഇഞ്ചി ഇട്ട് കൊടുക്കാം. കുഞ്ഞുള്ളിയാണ് ഏറ്റവും ബെസ്റ്റ്. കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ ചെയ്യുക. കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ മാത്രം നമ്മൾ സവാള എടുത്താൽ മതി കേട്ടോ. കുഞ്ഞുള്ളി ഇടുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. പിന്നെ നമുക്ക് വേണ്ടത് ഈ അരപ്പ്. ഏറ്റവും മുൻപന്തി നിൽക്കുന്ന കുരുമുളകാണ്. കുരുമുളക് 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ ചേർക്കണം. ശക്കല ഉലുവാപ്പൊടി, 1 നുള്ളി ഉലുവാപ്പൊടി. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തു. പിന്നെ നമുക്ക് വേണ്ടത് അല്പം വിനീഗറാണ്. പുളിക്ക് പകരമാണ് വിനീഗർ ഒഴിക്കുന്നത് കേട്ടോ. വാളംപുളി വേണ്ടിയവർക്ക് വാളംപുളി ഇടാം. ഞാൻ വിനീഗറാണ് ഉപയോഗിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു, ഉപ്പിട്ടു. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, ടേസ്റ്റ് അപാരമാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. ഇത് നമുക്ക് ഒന്ന് തിരുമ്മി വയ്ക്കാം. ഞാൻ കൈകൊണ്ടൊന്ന് തിരുമ്മുവാണ്. കൈകൊണ്ട് തന്നെ എല്ലായിടത്തും അകത്തൊക്കെ ഒന്ന് തിരുമ്മി വയ്ക്കാം. പെപ്പർ മത്തി, നമ്മൾ പെപ്പർ ചിക്കനൊക്കെ ഉണ്ടാക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് പെപ്പർ മത്തി. വലിയ മത്തിയാണ്. ഈയിടെ അങ്ങ് ഈ മത്തി കിട്ടാനില്ലായിരുന്നു. ഇപ്പം മാർക്കറ്റിൽ പോയപ്പം വലിയ മത്തി കണ്ടതാണ്, അങ്ങനെ എടുത്താണ്. 300 റുപ്പീസാണ് മത്തിയുടെ വില അന്ന് ഞാൻ വാങ്ങിച്ചപ്പോൾ. അപ്പോൾ മത്തി, നമ്മുടെ മത്തിയെല്ലാം കുട്ടപ്പന്മാരെല്ലാം മത്തിയെ എല്ലാത്തും കുളിപ്പിച്ച് ശരിയാക്കിയിട്ടുണ്ട്. നമുക്ക് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. ശകലം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിന്ന് അടപ്പേ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് ഇത് ഒന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെക്കട്ടെ. അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ മീനൊന്ന് തുറന്നു നോക്കാമേ. നമ്മുടെ പെപ്പർ മത്തി റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കരിയാപ്പിലയും കൂടെ ഞാൻ ഇടുകയാണ്. കുറച്ച് കരിയാപ്പിലയും കൂടെ തൂങ്ങും. വേണമെങ്കിൽ നിങ്ങൾക്ക് 1 തുള്ളി 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. പച്ച വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നില്ല. ഓൾറെഡി ഞാൻ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചതാണ്. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ പെപ്പർ മത്തി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ സൂപ്പർ സൂപ്പർ, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഒരു സ്പെഷ്യൽ വെറൈറ്റി മത്തിക്കറിയാണ്.
അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഒന്നുകൂടെ ഞാൻ റിമൈൻഡ് അടിച്ച് പറയാം. മത്തി വെട്ടി കഴുകി വയ്ക്കുക. അതിൻ്റെ കൂടെ അതിനകത്ത് പെപ്പറാണ് കൂടുതലും മുന്നേ നിൽക്കേണ്ടത്. നിങ്ങൾക്ക് എരിവ് ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പെപ്പർ ചേർക്കാം. ഞാൻ എരിവ് കുറച്ച് മതി, അതുകൊണ്ട് 1.5 ടേബിൾ സ്പൂൺ പെപ്പർ ചേർത്തു. 1 ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടി ചേർത്തു. 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കരിയാപ്പില, അല്പം ഉലുവാപ്പൊടി, പിന്നെ ഞാൻ ചേർത്തത് വിനീഗറാണ്. ഇതെല്ലാം കൂടെ മാറിനേറ്റ് ചെയ്ത് വെക്കുക. അല്പം വെള്ളം ഒഴിച്ച് വേവിക്കുക. വേവിച്ച് ചാറ് പറ്റുമ്പോൾ തീ ഓഫ് ചെയ്യുക. ചെറിയ കുരുമുളകും കൂടെ, കുരുമുളകല്ല, കരിയാപ്പിലയും കൂടി ഇട്ട് ശക്കലം വെളിച്ചെണ്ണ കൂടെ വേണമെങ്കിൽ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ റെഡിയായിട്ടുണ്ട് നമ്മുടെ മത്തിക്കറി. അപ്പോൾ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, കമൻറ്റ്സ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയും നിങ്ങളെ സമർപ്പണമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.